79 3 വർഷവും 67 ഒരു 3 മുതൽ 5 വർഷവും എല്ലാം കൂടി ഒരു 14 മുതൽ 19 വർഷം വരെ രാഹുൽ ഈശ്വറിന് കിടക്കാം. പക്ഷേ പ്രായോഗികമായിട്ട് ഒരു 3 വർഷമായിരിക്കും കൊടുക്കുക. ബാക്കി അദ്ദേഹത്തിന് കോടതി അങ്ങനെ വന്നാൽ ശിക്ഷിച്ചാൽ രാഹുൽ ഈശ്വറിനെ ജാമ്യം കൊടുത്ത് കോടതി നാളെ കേസ് വന്ന് ഹൈക്കോടതിയിലൊക്കെ കേസ് പറഞ്ഞ് കേസ് ശിക്ഷിച്ചാൽ അദ്ദേഹത്തിന് 3 വർഷം വരെയാണ് തടവ് കിട്ടാനും പിന്നെ പിഴ ചിലപ്പോൾ ഒടുക്കാനും സാധ്യതയുണ്ട്. അത് പിന്നെ കോടതിയാണ് തീരുമാനിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം സുപ്രീം കോടതിയിലൊക്കെ പോകാം. ഇതാണ് അദ്ദേഹത്തിന്റെ കേസിന്റെ നാൾവഴി. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ന്യായ സംഹിതയിലെ 64 സെക്ഷൻ 64 റേപ്പ് കേസ് എടുത്തിട്ടുണ്ട്. 64(2) എടുത്തിട്ടുണ്ട്. റിപ്പീറ്റഡ് റേപ്പാണ്. ഒരു അറിയാമെന്നുള്ള വിമനെ ഒരേ സ്ത്രീയെ തന്നെ ആദ്യം റേപ്പ് ചെയ്യുന്നു, പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ആ സ്ത്രീയെ റേപ്പ് ചെയ്യുന്നു. അപ്പൊ ഇരട്ടി കേസാണ്. 64 സെക്ഷൻ 64(f) അനുസരിച്ച് വിശ്വാസ സ്ഥാനത്തുള്ള ഒരാളിനെ അദ്ദേഹത്തെ വിശ്വസിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെ വിശ്വസിച്ച ഒരു അതിജീവിതയാണ് റേപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് വേറൊരു കേസ് കൂടെ വന്നിട്ടുണ്ട്. അതുപോലെ 64(h) എടുത്തിട്ടുണ്ട്. പിന്നെ വിമൻ നോയിങ് ഷീ ഈസ് പ്രഗ്നന്റ്, ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് റേപ്പ് ചെയ്തു. അപ്പൊ നല്ല രസമാണ്. 64(m) എടുത്തിട്ടുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും ഗർഭിണിയെ റിപ്പീറ്റഡ് റേപ്പ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ വനിതയെ റേപ്പ് ചെയ്യുന്നു, അറിയാനുള്ള വനിതയെ റിപ്പീറ്റഡ് റേപ്പ് ചെയ്യുന്നു, ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് റേപ്പ് ചെയ്യുന്നു, ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് വീണ്ടും റേപ്പ് ചെയ്യുന്നു, പിന്നെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള പല ആക്ഷൻസ് ചെയ്യുന്നു. 316 അനുസരിച്ച് വിശ്വാസ വഞ്ചന എടുത്തിട്ടുണ്ട്. 116 അനുസരിച്ച് ബോഡി ഇഞ്ചുറി അവർക്ക് പറ്റിയിട്ടുണ്ട്, അവർ ആശുപത്രി പോയി. പിന്നെ 329 അനുസരിച്ച് അവരുടെ റൂമിൽ ഇടിച്ച് കയറിയിട്ടുണ്ട്. പിന്നെ 351 അനുസരിച്ച് ക്രിമിനൽ ഇന്റിമേഷൻ നടത്തിയിട്ടുണ്ട്. പിന്നെ സൈബർ ആക്ട് അനുസരിച്ചുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ കണക്കാക്കുമ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് ഏകദേശം 40 മുതൽ 50 വർഷം വരെ ജയിലിൽ കിടക്കാം.